ഹലോ പ്ലസ് വൺ സ്റ്റുഡൻസ്, വെൽക്കം ടു ദിസ് ന്യൂ ചാനൽ. ഇത് നിങ്ങൾ പ്ലസ് വൺ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് മെസ്സേജാണ്. പ്ലസ് ടു ഫിസിക്സ് എക്സാം ഭയങ്കര ടഫാണെന്ന് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ സീനിയേഴ്സിനോട് സംസാരിക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും പ്ലസ് ടു എക്സാം ഭയങ്കര ടഫായിരുന്നു, അവർക്ക് സമയം കിട്ടിയില്ല, അവർക്ക് ഭയങ്കര മാർക്ക് കുറയും, ഫുൾ ആദ്യത്തെ എക്സാമുകൾ തന്നെ ഇത്രയും ടഫ് വന്നപ്പോൾ തന്നെ ഭയങ്കര വിഷമമായെന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് പ്ലസ് ടു ചേട്ടന്മാരല്ല, അവർ പഠിച്ചിട്ടുണ്ടാവില്ല, ഞാൻ പഠിക്കും പ്ലസ് ടു എത്തുമ്പോൾ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടാവും. സി, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെപ്പോലെ കുറേ കഷ്ടപ്പെട്ട് നിങ്ങളെ പ്ലസ് വൺ കഴിഞ്ഞും കഷ്ടപ്പെട്ട് പോയ പ്ലസ് ടു ചേട്ടന്മാർ അവരുടെ ഫൈനൽ എക്സാമാണ്. ഓക്കെ, ഫൈനൽ ഇനിയൊരു ചാൻസ് ഇല്ല. അപ്പോൾ അവർ ആ എക്സാം കഷ്ടപ്പെട്ട് പോയി എഴുതിയിട്ടും എല്ലാവർക്കും തന്നെ ടഫാന്ന് കേൾക്കണമെങ്കിൽ അതിനെന്തൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ മനസ്സിലാക്കാം. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ എക്സാം എങ്ങനെ വേണമെങ്കിൽ എൻ്റെ എക്സാം പ്ലസ് ടു എത്തുമ്പോൾ സിമ്പിളായിരിക്കും. ഇല്ല, സി, നിങ്ങളുടെ പ്ലസ് വൺ എക്സാം ഉണ്ടാക്കുന്ന സെയിം ആൾക്കാർ തന്നെയാണ് പ്ലസ് ടു എക്സാം ഉണ്ടാക്കുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ആ സെയിം പാറ്റേൺ ഇവിടെ റിപ്പീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ എക്സാം ടഫായി കഴിഞ്ഞിട്ട് വിഷമിക്കുന്നതിനെക്കാട്ടും ഭേദം നമുക്ക് അവർക്ക് സംഭവിച്ചതിൽ നിന്നൊരു നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്, നിങ്ങളെങ്ങനെ അത് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട് കേൾക്കുക. ഒരു പുതിയ ചാനലാണ്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഫസ്റ്റ് ലെറ്റ്സ് അനലൈസ് എന്താ സംഭവിച്ചതെന്ന്. സി, പ്ലസ് ടു എക്സാമിന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മോഡൽ എക്സാം ഈസി ആയിരുന്നു, ഈസി ടു മീഡിയം. ഓക്കെ, വലിയ ടഫൊന്നും ആയിരുന്നില്ല. പബ്ലിക് എക്സാം മീഡിയം ടു ഡിഫിക്കൽട്ട്. അപ്പോൾ ലെവൽ കൂടി. മോഡൽ എക്സാമിൻ്റെ സെയിം ലെവലല്ല പബ്ലിക് എക്സാം. അപ്പോൾ ഒരിക്കലും മോഡൽ എക്സാം പ്രതീക്ഷ ആവുന്ന ഇത് ഇങ്ങനെ തന്നെ ഇവരുള്ളൂ, ഇങ്ങനെ തന്നെ പഠിക്കാം, ഒരിക്കലും അങ്ങനെയല്ല. ഓക്കെ, മോഡൽ എക്സാം ജസ്റ്റ് പാറ്റേണും ക്വസ്റ്റ്യൻ നമ്പേഴ്സും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മോഡലാണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ഇനി എന്നാൽ ഇതിൽ അനീതി അഥവാ ഇൻജസ്റ്റിസ് നടന്നതെന്ന് വെച്ചാൽ ടൈം ടേബിൾ. ഫിസിക്സിന് ടൈം വളരെ കുറവായിരുന്നു, 1-2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ബയോളജിക്കൊക്കെ, മാത്സിനൊക്കെയാണ് കുറേ ദിവസങ്ങളുണ്ട്. അപ്പം ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്കറിയാം മാത്സിനും ഫിസിക്സും പ്ലസ് ടുവിലൊക്കെ എത്തുമ്പോൾ സെയിം ടൈം ഒരു 3-4 ദിവസം എല്ലാത്തിനും കൊടുത്തത് നല്ലായിരുന്നു. ഒരു എക്സാമിന് 10 ദിവസം കൊടുക്കുന്നതിന് പകരം. ഓക്കെ, ആൻഡ് മോഡൽ എക്സാം ലെവലല്ലായിരുന്നു ഫൈനൽ എക്സാം. ഇനി എക്സാം പേപ്പർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ഇത് ഞാൻ അനലൈസ് ചെയ്തതിൽ അലക്സാറും ഫിസിക്സ് ടീം മൊത്തം അനലൈസ് ചെയ്ത് എനിക്ക് തന്നാണ്. ഓക്കെ, സി, PYQ ബേസ് ചെയ്തിട്ടുള്ള ഈസി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 13 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈസി PYQ ക്വസ്റ്റ്യൻസ്. നമ്മൾ PYQ മാത്രം പ്രാക്ടീസ് ചെയ്ത കുട്ടിക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന 13 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇനി മീഡിയം എന്ന് പറയുമ്പോൾ ഫിസിക്സിലാകുമ്പോൾ നിങ്ങൾക്ക് ഡെറിവേഷൻ ഉണ്ടാകും, കുറച്ച് ലോങ് ആൻസർ ഉണ്ട്, കുറച്ച് എഴുതാനുള്ളത്, പക്ഷേ ഭയങ്കര ടഫല്ല, പക്ഷേ എഴുതാൻ കുറച്ച് കഷ്ടപ്പെടണം. അങ്ങനത്തെ മീഡിയം PYQ ബേസ് 12 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളല്ല. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്തുകൊണ്ട് ഇവർക്ക് ചെയ്തുകൂടാ. ഇനി ശ്രദ്ധിക്കുക, ഡിഫിക്കൽട്ട്, പുതിയ ടൈപ്പ് വേർഡിംഗ് ഒക്കെ മാറ്റി ശരിക്കും ഡിഫിക്കൽട്ടായ അപ്പം നിങ്ങളുടെ ടീച്ചേഴ്സ് ഡിഫിക്കൽട്ടാന്ന് പറഞ്ഞാൽ ശരിക്കും ഡിഫിക്കൽട്ടായിരിക്കും, കുട്ടികൾക്ക് അതിനേക്കാളും ഡിഫിക്കൽട്ടായിരിക്കും. 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളത്, പുതിയ ടൈപ്പ്. ഇനി ഫസ്റ്റ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൊതുവേ ഒരു ഫൈനൽ എക്സാമിൽ നിങ്ങൾ കാണാം കൂടുതലും സിമ്പിൾ ക്വസ്റ്റ്യൻസാണ്. മീഡിയം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 12 മീഡിയം ക്വസ്റ്റ്യൻസ് എന്നല്ല, കൂടുതലും ഈസി ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്താണ്, ടൈം വളരെ പ്രശ്നമാണ്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ നിങ്ങൾക്കറിയുന്ന കുഞ്ഞു കുറേ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും, നമുക്ക് ചെയ്ത് തീർക്കാൻ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. കുറേ മീഡിയം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈസി അല്ല, മീഡിയമാണ്, കുറച്ച് എഴുതാനുണ്ടാവും, സമയമെടുക്കും. അങ്ങനത്തെ 12 ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ഇമോഷണൽ ഒരു ബ്ലാക്ക് ഹോളിലേക്ക് പോകും. എന്താ പ്രശ്നം പറ്റുക, നിങ്ങൾക്ക് എഴുതാനുള്ള സമയം കിട്ടില്ല, ഇത് എഴുതണമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും, കുറേ സംശയം ഉണ്ടാവും. എക്സാം ഹോളിൽ ഇങ്ങനെ വെറുതെ പ്രിൻറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റില്ലല്ലോ, കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. ഇതിനോടൊപ്പം നമ്മുടെ ടഫ് ക്വസ്റ്റ്യൻസ് വന്നത്, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വന്നത് ലാംഗ്വേജ് ഒക്കെ ട്വിസ്റ്റഡാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ഡെറിവേഷൻ്റെ ഇടയ്ക്കുള്ള ഫോർമുലയ്ക്ക് വേണ്ട, അപ്പോൾ എന്താണ് ഇത് മതി എന്നൊക്കെ പറഞ്ഞാൽ ആംഗിൾ അങ്ങനെയൊക്കെ മതി എന്ന് പറയാം. വെറുതെ ഡെറിവേഷൻ എഴുതാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയായിരിക്കും, പക്ഷേ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ആൻസറിലെ ഫോർമുല മാത്രമേ ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കുട്ടികൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു എക്സാം ഹോളിൽ എഫക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊത്തം പെർഫോമൻസിൽ പോകും. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട മോഡൽ എക്സാമിൻ്റെ ലെവൽ ആയിരിക്കണം എന്നില്ല ഫൈനൽ എക്സാം. PYQ മാത്രം പഠിച്ചു പോയാലും ചിലപ്പോൾ കൊടുങ്കാരം പുതിയ ടൈപ്പ് അല്ലെങ്കിൽ ലാംഗ്വേജ് മാറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൺക്ലൂഷൻ, മോഡൽ എക്സാം എന്താണ് അങ്ങനെ ബൈഹാർട്ട് ചെയ്തത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾക്ക് ഇത് ചെയ്യാതിരിക്കാനല്ല, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആ ഫിസിക്സിൻ്റെ 20 അവർ ലൈവ് അലക്സാർ നിങ്ങൾക്ക് 10 അവറിൻ്റെ 2 ലൈവ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ബെയർ മിനിമം ചെയ്യേണ്ട 20 മണിക്കൂറിൻ്റെ ആ ലൈവ് പോയി കാണാം. കാരണം അതിൽ ഫിസിക്സിനെ മൊത്തം പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, 20 മണിക്കൂർ നിങ്ങൾ ഒരു വർഷത്തിൽ പഠിക്കേണ്ട സംഭവം നിങ്ങൾ ദിവസങ്ങളും മണിക്കൂറുകളും എത്രയോ ലക്ഷക്കണക്കിന് സെക്കൻഡ്സ് സ്പെൻഡ് ചെയ്ത സ്കൂളിൽ അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങൾ ആലോചിക്കേണ്ട ഈ 20 മണിക്കൂർ. ഓക്കെ, നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കാത്ത കുട്ടിയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അവസാനം എല്ലാ ദിവസവും രാവിലെ മുതൽ 6 മണി മുതൽ രാത്രി 10 മണി അതൊന്നും വിഷയമില്ല. ഈ 20 മണിക്കൂർ മൊത്തം കാണുകയല്ല, പോപ്കോൺ കഴിച്ചുകൊണ്ടിരുന്നിട്ട് അത് പഠിക്കുക. ആ 20 മണിക്കൂർ മിനിമം പഠിക്കാം. ഓക്കെ, ഫിസിക്സിൻ്റെ കേസിലാകുമ്പോൾ. മാത്സിൻ്റെ കേസിലാകുമ്പോൾ ഞാൻ ഒരു 10 മണിക്കൂർ ലൈവ് എടുത്തിട്ടുണ്ട്. ഓക്കെ, കുറേ ക്വസ്റ്റ്യൻസ് അതിൽ എല്ലാം ഈസി മീഡിയം ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിക്കോട്ടെ, മീഡിയം ആയിക്കോട്ടെ, ഡിഫിക്കൽട്ട് ആയിക്കോട്ടെ, ഹോപ്പ്ഫുള്ളി ഈസി ആവട്ടെ. ആ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിയുമ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിടും, എൻ്റെ 10 മണിക്കൂറിൻ്റെ ഈ ലൈവിന് ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നു എന്ന് പറയും. ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾ പറയുമായിരിക്കും സർ പേപ്പർ ടഫായിരുന്നു, പേപ്പർ മീഡിയം ആയിരുന്നു, പേപ്പർ ഈസി ആയിരുന്നു. പക്ഷേ ഞാൻ പറയും എൻ്റെ ലൈവ് കണ്ടവർക്ക് കിട്ടുന്നു.
അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കും കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞാൽ എനിക്ക് സിമ്പിളായി കിട്ടിയെന്ന് പറയണമെങ്കിൽ ആ 10 മണിക്കൂർ മിനിമം കാണും. ഇനി ഡിഫിക്കൽട്ടും പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ലൈവും ചെയ്യുന്നുണ്ട് 10 മണിക്കൂറിന്, അതും വന്ന് കാണാം. അത് വേറെ തന്നെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മിനിമം ഈ 10-20 മണിക്കൂറെങ്കിലും കാണാം ഫസ്റ്റ് കാര്യം. അത് ചെയ്യാറ് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾ ഇടും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് പ്രൗഡായിട്ട് പറയാം ഞാൻ കണ്ടു, ഞാൻ പഠിച്ചു എന്ന്. ഓക്കെ, മിനിമം അത് ചെയ്യാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് PYQs മാക്സിമം സോൾവ് ചെയ്യാം. ഓക്കെ, ഞാൻ കുറേ കമൻസിൽ കണ്ടത് സാർ ലാസ്റ്റ് 2 ഇയേഴ്സിലെ PYQ ചെയ്തു, 2024-ഉം 2023-ഉം ചെയ്തു, അതിലൊരു ക്വസ്റ്റ്യനും വന്നിട്ടില്ല. വരൂല. ലാസ്റ്റ് 2 വർഷം ചെയ്തുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ 100% സിലബസിൽ ഒരു എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന 5-10% അല്ലേ? എത്ര 15-20 ക്വസ്റ്റ്യനല്ലേ ഉള്ളൂ ഒരു പേപ്പറിൽ. അതിൽ എത്ര സിലബസ് ഉണ്ടോ? 10%, 20%, അത് മാത്രം പഠിച്ചു പോയാൽ മതി. ഇല്ല, 2 പേപ്പർ ചെയ്താൽ ചിലപ്പോൾ ഓവർലാപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു 20% മാക്സിമം പഠിക്കുള്ളൂ. അപ്പോൾ 20% പഠിച്ചിട്ട് ഈ വർഷത്തെ ബാക്കി 80 എവിടെ നിന്ന് പഠിക്കണം? അത് മൊത്തം പഠിക്കണം. അപ്പോൾ 20% 2 വർഷത്തെ പേപ്പർ നോക്കിയാൽ പോരാ, അറ്റ്ലീസ്റ്റ് 4 to 5 ഇയേഴ്സ് അറ്റ്ലീസ്റ്റ്. അത് നിങ്ങൾ ടേം എക്സാമും നിങ്ങളുടെ ഫൈനൽ എക്സാമും മോഡൽ എക്സാമും ക്രിസ്മസ് എക്സാം എല്ലാം കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു 80 to 90% മിനിമം കിട്ടിയിരിക്കും. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്ത് സംഭവിച്ചാലും നിങ്ങൾ PYQ നന്നായിട്ട് പഠിച്ചു ആൻഡ് നിങ്ങൾ 20 hour 10 hour ലൈഫ്സ് ഒക്കെ കണ്ടു തീർത്താൽ ഈസി എക്സാം ആണെങ്കിൽ, ഈസി ടു മോഡറേറ്റ് എക്സാം ആണെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും, ഉറപ്പാണ്. ഓക്കെ, ഇനി ഒരു മീഡിയം എക്സാം ആണ്, ലെങ്തി എക്സാം ആണ്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്നാലും നിങ്ങൾക്കൊരു 90 to 95% ഉള്ളിൽ കിട്ടും, അല്ലെങ്കിൽ മേലെ കിട്ടും. ചിലപ്പോൾ അപ്പോൾ ഇവാലുവേഷനൊക്കെ സിംപ്ലർ ആയിരിക്കും. പക്ഷേ മനസ്സിലാക്കണം, നിങ്ങൾക്ക് മാത്രം മീഡിയം ആയ പോരാ, കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസിനും ഏകദേശം മീഡിയം ആയിരിക്കണം. ഇനിയിപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിക്കോട്ടെ, നിങ്ങൾ ഈ പ്രാവശ്യത്തെ മാത്സിൻ്റെ +1 പാരബോള, സ്ട്രെയിറ്റ് ലൈൻസ്, സർക്കിൾ എല്ലാം കൂടി കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ കണ്ടല്ലേ, ആ ക്വസ്റ്റ്യൻ വരാം. ചിലപ്പോൾ അതിനെക്കാളും ടഫ് ക്വസ്റ്റ്യൻ വരാം. അത് പണ്ട് ഒരു എക്സാമിന് വന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു പാരബോള സ്ട്രെയിറ്റ് ലൈനും കൂടി മുട്ടി, അതെവിടെ മുട്ടിയ ലാറ്റസ് ഘട്ടത്തിൻ്റെ ഡെഫിനിഷൻ പോലെയൊക്കെ ഉദ്ദേശിച്ചുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അതൊക്കെ വരികയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഡിഫിക്കൽട്ട് പേപ്പർ ആയിരിക്കും. അങ്ങനെയാണ് നിങ്ങൾക്കൊരു 85% കിട്ടും. ആൻഡ് ഇവാലുവേഷൻ സിംപ്ലർ ആയാൽ നമുക്കത് 90+ മേടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇനി മാറ്റാൻ ചാൻസ് ഉണ്ട്. +2-ലെ ഫിസിക്സ് എഴുതിയ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഇനി അവർക്ക് ഒരു തിരുത്തൽ വരുത്താൻ പറ്റില്ല. നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്, നിങ്ങൾക്ക് ടൈമുണ്ട്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, പഠിക്കുക. മിനിമം 10 hour ലൈഫ്സ് കാണുക, PYQs മാക്സിമം ചെയ്യുക. നിങ്ങൾ ബാച്ചിലുള്ള കുട്ടികളാണ്, എല്ലാം PYQs സോൾവ് ചെയ്തിട്ടും നോട്ട്സുമായിട്ടും എല്ലാം അവിടെ ഉണ്ട്. അത് പോയി കാണുക, പഠിക്കുക. ഇനി അവസാനം നിങ്ങൾക്ക് എക്സാം പേപ്പർ കിട്ടി, ആൻസർ സൊല്യൂഷൻ ഞാൻ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കമൻറ്റ്സ് വരിക, എക്സാമിനർ റോങ്, പേപ്പർ ലീക്കർ യെസ് എന്ന് പറഞ്ഞിട്ട് വരും. കാരണം എന്താണ്, നമ്മൾ മൊത്തം പഠിപ്പിക്കും, മൊത്തം ഏറ്റവും യൂസ്ഫുള്ളായി പഠിപ്പിക്കും. അത് പഠിക്കാൻ നിങ്ങളുണ്ടായാൽ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് നമ്മളോട് സെലിബ്രേറ്റ് ചെയ്യാൻ സമയത്ത്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. മാക്സിമം പഠിക്കുക. നിങ്ങൾ 10 hour ലൈവെങ്കിലും മിനിമം കാണുക, എൻ്റെ മാക്സിമം PYQs സോൾവ് ചെയ്യുക. മാത്സിൽ സമയം ഉണ്ടെങ്കിൽ NCERTൻ്റെ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് ഒഴിച്ചു പോകാം. സോ ഓൾ ദി ബെസ്റ്റ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിരുന്നു, നിങ്ങൾക്കൊരു ചെറിയൊരു വാർണിംഗ്/മോട്ടിവേഷൻ ആയിരുന്നു. +1 നമ്മൾ എന്താണ് മാക്സിമം മാർക്സ് മേടിക്കുക, +2 നമുക്ക് തകർക്കാം. ഓക്കെ.